ബാദിനി മസ്ജിദ് പൊളിച്ച സമയത്തുള്ള ഒരു തീരുമാനമായിരുന്നു കടകൾ 6 മണിക്ക് അടക്കണം എന്നുള്ളത്. ആ രീതി ഇന്നും തുടർന്ന് പോകുന്നുണ്ട്. അതിന് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ വാഹന സൗകര്യങ്ങൾ വേണം. അതായത് പൊതു വാഹനങ്ങൾ, ബസ് മുതലായ സാധനങ്ങൾ രാത്രി കാലങ്ങളിൽ ഒരു 11 മണി വരെയെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുരോഗതിക്കുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് ആണ്. പാർക്കിംഗ് ഫെസിലിറ്റി വളരെ കുറവാണ് ഇവിടെ. ആ കാര്യങ്ങൾ കൂടി അത് മുനിസിപ്പാലിറ്റിയും ട്രാഫിക് പോലീസും വിചാരിച്ചാൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഇന്നുള്ള രീതിയിൽ തന്നെ കുറച്ച് അടുക്കി ഒതുക്കി സംവിധാനം ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള പാർക്കിങ്ങിൽ തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ രാത്രി കാലം ഞങ്ങൾ 24 hours തുറന്നുകൊണ്ടായിരുന്നു. കൊറോണയ്ക്ക് ശേഷമാണ് ഞങ്ങളിപ്പോൾ 1 മണിയായിട്ട് അവസാനിപ്പിച്ചത്. അതിൻ്റെ കാരണം ഒന്നാമത് രാത്രി കാലങ്ങളിൽ 11 മണി കഴിഞ്ഞാൽ കാസർഗോഡ് ആരുമില്ല. ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഞങ്ങൾക്കത് സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ വരുന്നുണ്ട്. അത് കാരണം ഞങ്ങൾ അതിൻ്റെ കണക്ക് കൂട്ടി ചെയ്യുന്നതാണ്. പിന്നെ അതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ ഉദ്യോഗസ്ഥ തലത്തു നിന്നൊന്നും ഞങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടോ തടസ്സങ്ങളൊന്നും ഇല്ല. അവർ പ്രോത്സാഹിപ്പിക്കുകയാണ് തുറക്കണം എന്ന് പറഞ്ഞിട്ട്. സാമ്പത്തികമായിട്ടുള്ള പരാധീനത കൊണ്ട് നമുക്കത് തുറക്കാൻ പറ്റുന്നില്ല. അനാവശ്യ ചിലവുകൾ ചുരുക്കിയാണ് ഇപ്പോൾ സ്ഥാപനങ്ങളൊക്കെ കൊണ്ടുവന്നുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ മാറണമെന്നുണ്ടെങ്കിൽ എന്തായാലും വിചാരിച്ചു കഴിഞ്ഞാൽ ജനങ്ങളിറങ്ങൂലല്ലോ. കാരണം ഒന്നാമത് പിന്നെ ഓൺലൈൻ ബിസിനസ് എല്ലാ സ്ഥാപനത്തെയും ബാധിച്ചിട്ടുണ്ട്. പിന്നെ രാത്രി കാലങ്ങളിൽ ഈ ഭാഗത്തൊന്നും കാസർഗോട്ടേക്ക് വരണമെന്നില്ല. ലേറ്റായിപ്പോയി. നമ്മൾ ഈ സംവിധാനം നിങ്ങൾ ചിന്തിക്കുമ്പോഴേക്ക് ലേറ്റായിപ്പോയി. കാരണം ഓരോ ഭാഗത്തും, അതായത് ഉളയത്തെടുക്ക, ചെർക്കള മുതലായ ഭാഗങ്ങളിൽ നല്ല രീതിയിൽ രാത്രി കാലങ്ങളിൽ പ്രവർത്തിച്ച് ജനങ്ങൾ അതോട് കൂടി ഒരു പൊരുത്തപ്പെട്ടു പോകുന്നുണ്ട്. അതിനിവിടെ ഈ മാറ്റം വരുത്തി കഴിഞ്ഞാലും കുറേ കാലങ്ങൾ എടുക്കും ഇത് രണ്ടാമത് തിരിച്ചെത്തുന്നത്. കാസർഗോഡ് വരേണ്ട ആവശ്യമില്ല ഒരു സാധനത്തിന്, എന്തിനും. എല്ലാ സ്ഥലത്തും ഓരോ കാര്യങ്ങളും നടത്താൻ ജനങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ കാസർഗോഡിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ 12 മണി 1 മണി തുറന്നു വെച്ചിട്ട് ഇലക്ട്രിക് ബില്ലും ബാക്കിയുള്ള കാര്യങ്ങളും നഷ്ടപ്പെടുത്താന്നല്ലാതെ അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. 1 മണി വരെ ഞങ്ങൾ സേവനം ചെയ്യുന്നുണ്ട്. 1 മണിക്ക് ശേഷം ആർക്കും ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ രാവിലെ 5 മണിക്ക് ഞങ്ങൾ തുറക്കുന്നുമുണ്ട്. ആകെ 3 മണിക്കൂറിൻ്റെ ഗ്യാപ്പ്, അത് ക്ലീനിങ് ഗ്യാപ്പ് എന്നാ പറയാം. ആ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഞങ്ങൾ ചെയ്യാതുള്ളത്. ആ സമയമില്ല. 12 മണി 1 മണി കഴിഞ്ഞ് ഭക്ഷണം കംപ്ലീറ്റ് കാലിയായി. പിന്നെ ക്ലീനിങ് സ്റ്റാർട്ടായി. പിന്നെ രണ്ടാമത് ഭക്ഷണം റെഡി ആവണമെന്നുണ്ടെങ്കിൽ രാവിലെ 5 മണിയാവണം. 1 മണിക്ക് ശേഷം ആയിരിക്കും ഭക്ഷണത്തിൻ്റെ ആവശ്യം വരാറില്ല. കൊറോണയ്ക്ക് മുമ്പ് കാലത്തും അത് തന്നെ ആയിരുന്നു അതിൻ്റെ ഒരിത്. കാരണം രാത്രി 1 മണി കഴിഞ്ഞാൽ ആൾക്കാർ കുറയും. പിന്നെ എന്തെങ്കിലും ഉത്സവ പിന്നെ ഉറൂസ് പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ രാത്രി നേരമ്പോഴുള്ള ആൾക്കാരുണ്ടാവും എന്നല്ലാതെ പിന്നെ ആൾക്കാരില്ല, വളരെ കുറവാണ്. എല്ലാവരും തുറന്നൊരു ഉത്സവ അന്തരീക്ഷം കൊണ്ടുവന്ന സംഭവം നടക്കും. നല്ല ബിസിനസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ റോഡിന്റെ ഒരു ബുദ്ധിമുട്ട്, പാർക്കിങ്ങിന്റെ സൗകര്യം ഭയങ്കര മുനിസിപ്പാലിറ്റി ഏരിയയിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. പാർക്കിങ്ങിനുള്ള സൗകര്യമില്ല. ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ സംഭവിക്കുന്നുണ്ട്. പാർക്കിംഗ് ഇല്ലാതെ ആൾക്കാർ വരുന്നില്ല. ആൾക്കാർ ഇപ്പൊ പ്രതീക്ഷിക്കുന്ന രാത്രിയാണ്. രാത്രി അപൂർവമായ 1-2 കടകൾ തുറക്കുന്നുള്ളൂ. അപ്പൊ ശരിക്കും പിന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റി ഏരിയയിലല്ലോ രാത്രി തുറക്കാനായാലും എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞില്ല. രാത്രി ഒരു 12 മണി വരെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നല്ല പബ്ലിക് ഉണ്ടാവും തോന്നുന്നു. കാരണം പിന്നെ വാഹനത്തിന്റെ ബുദ്ധിമുട്ടാണ് മെയിൻ. പാർക്കിംഗ് ഇല്ല, ബസ്സില്ല, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടെല്ലാം ഇപ്പൊ കാണിക്കുന്നുണ്ട്. അതുപോലെ പിന്നെ മെയിനായിട്ട് പിന്നെ 10 മണിക്ക് ഇപ്പൊ ഞങ്ങളുടെ 11-12 മണി വരെയൊക്കെ തുറക്കുന്ന ദിവസമുണ്ട്. മിക്കവാറും 10-11 മണിയാവുന്നു രാത്രി ബന്ധാക്കുമ്പോക്ക്. പിന്നെ അതുകൊണ്ട് പിന്നെ അറിഞ്ഞ ആളെല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ 11 മണി വരെ കട തുറന്നിട്ടുണ്ട് എന്ന് അറിയുന്ന ആളെല്ലാം വരുന്നുണ്ട്. അതുപോലെ ഇനി മുമ്പോട്ടേക്ക് എല്ലാവരും തുറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു പബ്ലിക് നമ്മളെ ഈ ജില്ലേനെ നല്ലൊരു ജില്ലയാക്കി മാറ്റാൻ പറ്റും. ഇപ്പോൾ 8 മണിയാകുമ്പോഴേക്ക് ഫുൾ ലൈറ്റ് ഓഫാണ്. ഒരു പബ്ലിക്കും ഇറങ്ങുന്നില്ല. കാരണം ഷോപ്പ് ബന്ധാക്കിക്കൊണ്ടാണ് ഇറങ്ങാത്തത്. പിന്നെ പകലത്തെ അവസ്ഥ ഇതാണ്, പാർക്കിംഗ് ഇല്ല. പാർക്കിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് മെയിൻ നമ്മുടെ നഗരത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്.